JFK ജാനകി ബർത്ത് സ്റ്റേറ്റ് ഓഫ് കേരള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞായറാഴ്ചയാണ്, എല്ലാവരും അവധിയുടെ ആലസ്യത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ആ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം JFK ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ. ജാനകിയുടെ പേര് മാറ്റുന്നു, എന്തൊക്കെ സമരങ്ങൾ, ഇടികൾ, സെൻസർ ബോർഡ്, കോടതി, എന്തൊക്കെ പ്രശ്നമായിരുന്നു അല്ലേ. അവസാനം പണം തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം വലിയ തള്ളിക്കയറ്റ ഈ ചിത്രത്തിനുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആദ്യ ദിവസങ്ങളിൽ വിവാദം ഒരു പരിധിവരെ ഈ ചിത്രത്തെ അനുകൂലമായി മാറി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാദം ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്ത സാധനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് മിക്കവാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ JFK എന്ന ചിത്രത്തെ പറ്റി പറയുമ്പം എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു. എനിക്ക് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ വലിയ ലോകോത്തര സിനിമയാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ JFK എന്ന ചിത്രം, ജാനകി ബർത്ത് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം കാണാൻ പോയത് നമ്മുടെ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടിയാണ്. സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷ് ഡയലോഗ്, ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ, അതുപോലെ ഒരു സ്റ്റൈൽ ഓഫ് വേ ഉണ്ട്, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, കുടുംബ ചിത്രം കാണുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷനും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില പഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് രോമാഞ്ചം ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ആ ചിത്രത്തിൽ നിന്ന് എനിക്കത് കിട്ടി. പിന്നെ ഇതിൻ്റെ തിരക്കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. കോർട്ടിലൊക്കെ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് പക്ഷേ രണ്ടാം പകുതിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും മിക്കവാറും എല്ലാവരും ആദ്യ പകുതി മികച്ച പ്രതികരണമാണ് പറയുന്നത്. എനിക്ക് പക്ഷേ ക്ലൈമാക്സ് അത്ര പോരാ എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു ഞാനും. അങ്ങനെ ഈ ചിത്രം ആകെ പ്രേക്ഷക പിന്തുണ നേടിയോ എന്ന് ചോദിച്ചാൽ നേടിയില്ല താനും. പക്ഷേ നിരാശപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ വലിയ നിരാശയും പെടുത്തില്ല എന്നുള്ള അവസ്ഥയാണ് ഈ ചിത്രം. കുതിച്ചും കിതച്ചും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് 3 ദിവസം പിന്നിടുമ്പോൾ. ആദ്യ ദിനം ഈ ചിത്രം നേടിയത് 1,10,00,000 രൂപയാണ്. രണ്ടാമത്തെ ദിവസം ഇത് നേടിയത് 1 കോടിക്ക് മുകളിലുള്ള തുകയാണ്. മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച ഇത് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടും പ്രകാരം 90 ലക്ഷം രൂപയാണ് ഇത് നേടിയിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം പൊതുവേ കളക്ഷന് വർധനമുണ്ടാകേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എസ്റ്റിമേറ്റ് കണക്കുകളൊക്കെ വരുമ്പം ഏകദേശം 1 കോടിക്ക് മുകളിൽ ഇത് ശനിയാഴ്ചയും കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് ഈ ചിത്രം 3 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ലെങ്കിലും ഏകദേശം 5 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം ഈ ചിത്രം മികച്ച രീതിയിൽ കളക്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന പുതുമുഖ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയുടെ മാസ് ചിത്രം JFK എന്ന ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ വലിയ നിറഞ്ഞ സദസ്സൊന്നും ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഈ ചിത്രം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ മഴ ഈ ചിത്രത്തിന് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. മഴയൊക്കെ മാറി തെളിഞ്ഞ കാലാവസ്ഥയാകട്ടെ, ഈ ചിത്രം വൻ വിജയമായി മാറട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവാദത്തിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് ചിത്രം ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും വിവാദം ഉണ്ടാക്കിയെടുത്തതാണോ എന്നുള്ളത് നമ്മൾ സംശയം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം മികച്ച രീതിയിൽ മുന്നേറട്ടെ. ചില ഇംഗ്ലീഷ് ചിത്രങ്ങൾ, മലയാള ചിത്രങ്ങൾ ഇങ്ങനെ വലിയ കളക്ഷന് വലിയ പാടുപെടുമ്പം ചില വിദേശ സിനിമകൾ മഴയോ കാറ്റോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ വന്ന് കോടികൾ കൊയ്യുന്ന കാഴ്ചയും നമ്മൾ ഈ ആഴ്ച കാണുന്നു. കാരണം ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ദിനോസറിൻ്റെ കഥ പറഞ്ഞ ചിത്രം ആദ്യത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു ആരാധകനായിരുന്നു. പക്ഷേ ഇത് ഞാൻ കണ്ടില്ല. ജുറാസിക് പാർക്ക് റീബർത്ത് എന്ന് പറയുന്ന പുതിയ ചിത്രം റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വലിയ മെച്ചമായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ജുറാസിക് പാർക്ക് ആയിട്ട് കണ്ടു കഴിഞ്ഞ് ദിനോസറിനെയൊക്കെ സ്ഥിരം കണ്ടു കഴിയുമ്പോൾ നമുക്കും ബോറടിക്കും.
പക്ഷേ ഇതൊന്നും ബോറടിയൊന്നും ഈ ചിത്രത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നത്. 15 ദിവസം കൊണ്ട് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് 5,25,00,000 രൂപയാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം 100 കോടി പിന്നിടുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ഈ ചിത്രം 4,800 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച കൊണ്ട് ഇത് 5,000 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഞായറാഴ്ച ഏകദേശം 5,200, 5,300 കോടിയിലേക്ക് കടക്കാനും സാധ്യത കാണുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാതാണ് കളക്ഷൻ്റെ പോക്ക്. ഒരു വിദേശ ചിത്രമാണ് സൂപ്പർമാൻ. സൂപ്പർമാനും കേരളത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് 12 ലക്ഷം രൂപയാണ്. 8 ദിവസം കൊണ്ട് ഈ ചിത്രം ഇന്ത്യാഗ്രാഫായിട്ട് കാണിക്കുന്ന 46 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ കളക്ട് ചെയ്ത് 3,65,00,000 രൂപയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 2,800 കോടി കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും അവിടെ ഈ 3,000, 5,000, 2,000 കോടി രൂപയുടെ കണക്കേ ഉള്ളൂ ഇവർക്കൊക്കെ പറയാം അല്ലേ. നമ്മളിവിടെ 5 കോടിയടി, 6 കോടിയടി, 7 കോടിയുടെയും പറയുമ്പോൾ ഇതൊക്കെ അവർക്ക് എന്തല്ലേ, ആ അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ മറ്റൊരു ചിത്രമാണ് FI മൂവി. ആ ചിത്രവും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് നേരിടുന്നത്. കാരണം കേരളത്തിൽ നിന്ന് മാത്രമായി ഇത് 7 കോടി രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. 22 ദിവസം കൊണ്ട് ഇന്ത്യാഗ്രാഫായിട്ട് ഇത് കാണിക്കുന്നത് ഏകദേശം 92 കോടി രൂപയാണ് ഇത് കാണിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 3,800 കോടി രൂപയാണ് ഇത് ഈ ചിത്രം കാണിക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് ഈ 3 വിദേശ ചിത്രങ്ങൾ കേരളത്തിലും ഇന്ത്യയിലുടനീളവും ജൈത്രയാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനിടയിൽ നമ്മുടെ JFK എന്ന ചിത്രം 10 കോടി തികയ്ക്കാൻ വലിയ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും JFK സംബന്ധിച്ച് തിങ്കളാഴ്ച, നാളെ വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നും പ്രധാനമല്ലെന്നല്ല, ഇന്ന് ഞായറാഴ്ചയും വളരെ പ്രധാനമാണ്. മഴയൊക്കെ മാറി തെളിഞ്ഞ കാലാവസ്ഥ ഇന്നുണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴയാണെങ്കിൽ ആകപ്പാടെ എല്ലാം കുളമാവും അല്ലേ. പ്രതീക്ഷിച്ച കളക്ഷനൊന്നും കിട്ടത്തില്ലേ മഴയാണെങ്കിൽ. നമ്മൾ സിനിമ കാണാം, കുടുംബമായിട്ടൊക്കെ പോയി കാണാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ആ യാത്ര മാറ്റി വെക്കും. അത് തന്നെ പിന്നെ ഇല്ല ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയാണ്. കുറച്ച് കൂടുതൽ ദിവസം കഴിയും തോറും എന്നാൽ പിന്നെ OTT വരട്ടെ, എന്നാൽ പിന്നെ TV വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി വെക്കും. അതാണ് ഉണ്ടാകുന്നത്, അതാണ് സത്യം. അപ്പം ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ എല്ലാവരും പോയി കാണും. അപ്പം ഞായറാഴ്ചയും നാളെ വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ചയൊക്കെ ഇതിന് പ്രധാനപ്പെട്ട ദിവസമാണ്. മികച്ച കളക്ഷൻ നേടി എല്ലാ സിനിമയും വിജയിക്കട്ടെ, മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. വിദേശ സിനിമകൾ മാത്രമല്ല, നമ്മുടെ കൊച്ചു ചിത്രങ്ങളും വിജയിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബൈ.